സൗദി അറേബ്യയിൽ മദ്യം ലഭിക്കുമോ? കുറച്ചുനാൾ മുൻപ് വരെ ഇല്ല എന്നായിരുന്നു ഇതിന്റെ ഉത്തരം. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറുകയാണ്. സൗദിയിലെ മദ്യവിൽപ്പന നിയമങ്ങളിൽ വലിയ ചില ഇളവുകൾ വരുന്നുണ്ടെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ആരാണിതിന് അർഹർ? എന്തൊക്കെയാണ് നിബന്ധനകൾ? നമുക്ക് നോക്കാം. ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് സൗദിയിലെ പ്രവാസികൾക്ക് മദ്യം വാങ്ങുന്നതിനുള്ള നിയമങ്ങളിൽ അയവ് വരുത്തിയിരിക്കുകയാണ്. പക്ഷേ എല്ലാവർക്കും പോയി വാങ്ങാൻ പറ്റില്ല കേട്ടോ. ഇതിന് പ്രധാനമായും 2 കണ്ടീഷനുകളാണുള്ളത്. 1. വാങ്ങുന്നയാൾ മുസ്ലിം ആകാൻ പാടില്ല. 2. അവരുടെ പ്രതിമാസ ശമ്പളം 50,000 റിയാൽ, അതായത് ഏകദേശം 11 ലക്ഷം ഇന്ത്യൻ രൂപ, അല്ലെങ്കിൽ അതിൽ കൂടുതലായിരിക്കണം. നിലവിൽ റിയാദിലുള്ള ഒരേയൊരു മദ്യവിൽപ്പനശാലയിലാണ് ഇതിന് അനുമതിയുള്ളത്. ഇവിടെ പ്രവേശനം ലഭിക്കണമെങ്കിൽ ശമ്പളം തെളിയിക്കുന്ന സാലറി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. കഴിഞ്ഞ വർഷം നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് മാത്രമായി തുറന്ന ഈ സ്റ്റോർ പിന്നീട് പ്രീമിയം റെസിഡൻസിയുള്ളവർക്കും തുറന്നുകൊടുത്തു. ഇപ്പോഴത് ഉയർന്ന വരുമാനമുള്ള പ്രവാസികളിലേക്കും വ്യാപിപ്പിക്കുകയാണ്. ഇനി പണമുണ്ടെന്ന് കരുതി ഇഷ്ടം പോലെ വാങ്ങാനും പറ്റില്ല. ഇതിനൊരു പോയിന്റ് സിസ്റ്റമുണ്ട്. ഓരോരുത്തർക്കും അനുവദിച്ചിട്ടുള്ള പോയിന്റുകൾക്കനുസരിച്ച് മാത്രമേ ഓരോ മാസവും മദ്യം വാങ്ങാൻ സാധിക്കൂ. മാത്രമല്ല, സൗദിയിലെ മറ്റ് 2 നഗരങ്ങളിൽ കൂടി ഇത്തരം സ്റ്റോറുകൾ വരുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. പെട്ടെന്ന് എന്തിനാണ് സൗദി ഇങ്ങനൊരു മാറ്റത്തിന് തയ്യാറെടുക്കുന്നത്? ഉത്തരം ലളിതമാണ്: ബിസിനസ് തന്നെ. വിദേശ നിക്ഷേപകരെയും ഉയർന്ന കഴിവുള്ള ഉദ്യോഗസ്ഥരെയും രാജ്യത്തേക്ക് ആകർഷിക്കാനും റിയാദിനെ ഒരു ഗ്ലോബൽ ബിസിനസ് ഹബ്ബാക്കി മാറ്റാനും സൗദി ലക്ഷ്യമിടുന്നു. വിദേശികൾക്ക് തങ്ങളുടെ സ്വന്തം നാട്ടിലെ ലൈഫ് സ്റ്റൈൽ ഇവിടെയും ലഭിച്ചാലേ അവർ ഇങ്ങോട്ട് വരാൻ താൽപ്പര്യം കാണിക്കൂ എന്ന് ഭരണകൂടം കണക്കുകൂട്ടുന്നു. സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് അനുമതി നൽകിയതും സിനിമാ തിയേറ്ററുകൾ തുറന്നതും ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതുമെല്ലാം സൗദിയുടെ ഈ മാറ്റത്തിന്റെ ഭാഗമാണ്. ഇസ്ലാം മതത്തിന്റെ പുണ്യഭൂമിയായ സൗദിയിൽ ഇത്തരം മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ഭരണകൂടത്തെ സംബന്ധിച്ച് വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. അതുകൊണ്ടുതന്നെ ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായ അറിയിപ്പുകളൊന്നും സർക്കാർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. സൗദിയുടെ ഈ മാറ്റത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.